കാലം നിശബ്ദമായി താളുകൾ മറിക്കുമ്പോൾ ഈ സ്കൂൾ മുറ്റത്ത് ഒരു മനുഷ്യൻ്റെ പാദമുദ്രകൾ തെളിഞ്ഞു നിൽക്കുന്നു. അത് ഉണ്ണിയേട്ടൻ്റെ സേവനത്തിൻ്റെ കഥ. പ്രഭാതത്തിൻ്റെ ആദ്യ ചൂടുകളിൽ വാതിലുകൾ തുറന്ന കൈകൾ, ആവശ്യങ്ങൾ കേട്ടപ്പോൾ ഒരിക്കലും മടുത്തിട്ടില്ലാത്ത മനസ്സ്, ചിലപ്പോഴൊക്കെ കർക്കശക്കാരനായുള്ള ഇടപെടലുകൾ. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു മുറിയുണ്ട് ഈ സ്കൂളിൽ. എന്നാൽ ഈ സ്കൂൾ ദിവസേന പ്രവർത്തിക്കാൻ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന ഒരിടം. അതാണ് സ്കൂൾ ഓഫീസ്. ഈ മുറിയിൽ വർഷങ്ങളായി ഒരാളുണ്ടായിരുന്നു. അറിയിപ്പ് മുതൽ അപേക്ഷകൾ വരെ, വേദനകളും സന്തോഷങ്ങളും വരെ, അങ്ങനെ എല്ലാം കേട്ടിരുന്ന ഒരാൾ. പുസ്തകങ്ങൾക്കും ഫയലുകൾക്കുമിടയിലുള്ള നിങ്ങളുടെ അധ്വാനം ഈ സ്കൂളിൻ്റെ അവസാനമില്ലാത്ത ഓർമ്മകൾ കൂടിയാണ്. സർവീസ് കയറിയത് 29/3/1999 വയനാട് ജില്ലയിൽ GHS വെള്ളാർമല ഹൈസ്കൂളിലാണ്. അവിടെ 5 മുതൽ 10 വരെയാണ്. അവിടെ 4 മാസത്തോളം ജോലി ചെയ്തു. ഇന്ന് ആ സ്കൂൾ 2024 വയനാട് ഉരുൾപൊട്ടലിൽ ഇല്ലാതായി. ഇപ്പോൾ ആ സ്കൂൾ പ്രവർത്തിക്കുന്നത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സ്കൂളിലൊരു ബ്ലോക്കിൽ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അധ്യാപകർ മാറി, കുട്ടികൾ മാറി, HM മാറി. പക്ഷേ ഈ ഓഫീസ് മുറിയിലെ ഒരാൾ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് വേണം, ഒരാൾക്ക് ഫീസ് സംബന്ധിച്ച സംശയം, മറ്റൊരാൾക്ക് അപേക്ഷ. അങ്ങനെ ഓരോ ആവശ്യത്തിനും ഒരേ മുഖം, ഒരേ സഹനത്തോടെ. GHS പെരുങ്ങോട്ട് കുർസി സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടെ 5 മാസത്തോളം വർക്ക് ചെയ്തു. അവിടെ എൻ്റെ ഗുരുവായ സുശീല ടീച്ചറാണ് HM. മണ്ണിലും ഒച്ചയുണ്ടാക്കാതെ ആദ്യമൊക്കെ ജോലി ചെയ്തു. പിന്നെ ഇടയ്ക്കൊക്കെ ശബ്ദമുണ്ടാക്കിയും വീണ്ടും നിശബ്ദനായും ജോലി തുടർന്നു. മുതലമട ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടെ 5 മാസത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷം GUPS തിരുവഴിയാട്ടിൽ 28/7/2001 ജോയിൻ ചെയ്തു. 6-7 HMൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യമുണ്ടായതിനാൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവഴിയാടിൻ്റെ ഭൂപടത്തിൽ സ്വന്തം ഇടം തേടിയ ആൾ, മഞ്ഞുമല പോലെ കുളിർന്ന ഓർമ്മകൾക്ക് കാവലാൾ. അന്ന് വർഷങ്ങൾ ചേർത്ത് വെച്ച് സ്കൂളിൻ്റെ ഓരോ പടവുകളിലും ചിലതൊക്കെ കുറിയിട്ടു. ഒരു കഥ പോലെ ജോലി ജീവിതം. തിരുവഴിയാടിൻ്റെ ഒന്നുമില്ലായ്മയുടെ കാഴ്ചക്കാരനായി. പിന്നെ ഓരോ നേട്ടങ്ങൾക്കും കുട പിടിച്ച് കൂടെ കൂടി. നല്ല അനുഭവം പറയുകയാണെങ്കിൽ അവിടെ 100ാം വാർഷികം AP ബാബു മാഷിൻ്റെ മെച്ചമായിരിക്കുന്ന സമയത്ത് കൊണ്ടാടി. അതൊരു ഉത്സവം തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ HM രാജു സാറ് വന്നതിന് ശേഷം SLC പരീക്ഷ നടത്തി. അതൊരു SLC പരീക്ഷയായിട്ട് നമുക്ക് തോന്നിയില്ല, ഉത്സവമായിരുന്നു. ഒരിക്കൽ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ ഒരു ദുരന്തം. മാസങ്ങളോളം ആശുപത്രി കാഴ്ചകൾ.
എല്ലാം ഒരു മങ്ങിയ കാഴ്ച പോലെ അവിടെ ചിതറിക്കിടപ്പുണ്ട്. ഒരു തിരിച്ചുപോക്ക് ഇനി ഉണ്ടായില്ലെന്ന് സ്വയം വിധിയെഴുതി. എല്ലാം കാലം സാക്ഷിയാക്കി മറികടന്നു. പഴയതുപോലെയാകാൻ സമയമെടുത്തു. എങ്കിലും തെറ്റിയില്ല, എങ്ങും പിഴച്ചതുമില്ല. എല്ലാ ഹൃദയത്തിലും ഒരു ഓർമ്മയായെന്നോണം എല്ലാം ഭദ്രം. വലിയ വേദികളില്ല, വലിയ പ്രസംഗങ്ങളില്ല. പക്ഷേ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് പിന്നിൽ നിന്ന ഒരു നിശബ്ദ ശക്തിക്ക് ഇന്ന് നന്ദി പറയുന്ന ദിവസം. നീളുന്ന വരാന്തകൾക്കപ്പുറം ഒരു നനവ് കണ്ണിലും കലങ്ങിയിട്ടുണ്ട്. ഇനി പുതിയ കാഴ്ചകൾ അവിടെ കുറവാണ്. ബഹളം തീരെയില്ല. എങ്കിലും പടിയിറങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ. ഈ വിരമിക്കൽ ദിനം ഒരു യാത്രയുടെ അവസാനമല്ല, മറിച്ച് സ്നേഹത്തോടെ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ പുതിയ തുടക്കം മാത്രം. പ്രിയ ഉണ്ണിയേട്ട, നിങ്ങളുടെ പുഞ്ചിരിയും സഹായഹസ്തവും ഈ മുറ്റം മറക്കില്ല. നന്ദിയോടെ, സ്നേഹത്തോടെ, ആദരവോടെ GHS തിരുവഴിയാട് കുടുംബം നിങ്ങൾക്ക് സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ പുതിയ ജീവിതം നേരുന്നു. ചിലർ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കും, ചിലർ ഓഫീസിൽ നിന്ന് സ്കൂൾ മുന്നോട്ട് നയിക്കും. ഇവ രണ്ടും ഒരുപോലെ സ്കൂളിൻ്റെ ഹൃദയമാണ്.